മീഡിയ വൺ ചാനലിൽ ഇരുട്ടുമുറിയിൽ നടത്തുന്ന ചർച്ചയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ ഇനം മാപ്രയാണ് ഇദ്ദേഹത്തിന്റെ പേര് ദാവൂദ് എന്നാണ്. ലക്ഷണമൊത്ത ഒരു മൗദൂദിസ്റ്റാണ് ഇദ്ദേഹം. നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് അറിയിക്കുന്ന മീഡിയ വൺ ചാനൽ ഒളിച്ചു കടത്തുന്ന മൗദൂദിസത്തിന്റെ അപ്പോസ്തലനാണ് ഈ മാപ്ര. മൗദൂദികളുടെ CPIM വിരോധം മൊത്തമായും ചില്ലറയെയും ഇരുട്ടുമുറിയിൽ ഇറക്കി വിടുന്ന ഒരു പ്രധാന മൗദൂദി മാപ്രയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിന്റെ വസ്തുത അന്വേഷിക്കാം. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ച നടക്കുമ്പോൾ ഇതേ വേദിയിലിരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, CPMൻ്റെ ഒരു ഇൻസൈഡ് വർക്കാണ്. അങ്ങനെ പറയാൻ വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. പോളിംഗ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു. അതിൻ്റെ സംഘാടനത്തിൽ പങ്കാളിയായ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. റബേഷ്, ആ മനുഷ്യനാണ് A റഹീമിൻ്റെ ഈ പ്രഭാഷണം നടക്കുന്ന ആ സമ്മേളനം അവിടെ സംഘടിപ്പിച്ചത്. അതുകൂടെ മനസ്സിലായിരുന്നു. എന്തൊരു കാവടിയാണ് നമുക്ക്. കേട്ടല്ലോ, റബേഷ് ആണ് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊന്നുകൂടെ നമുക്ക് കേൾക്കാം. പോളിംഗ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു. അതിൻ്റെ സംഘാടനത്തിൽ പങ്കാളിയായ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും സംശയമില്ലല്ലോ, റബേഷ് ആണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഈ മൗദൂദി മാപ്ര പറയുന്നത്. പോലീസ് കേസ് അന്വേഷിക്കുന്നത് DYFI കൊടുത്ത ഒരു പരാതിയുടെ മേളിലാണ്. എന്നാൽ മുസ്ലിം ലീഗുകാരൻ കോടതിയിൽ കൊണ്ട് ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ പരാതിയെ പറ്റി പറഞ്ഞപ്പോൾ കോടതി പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെട്ടു. പോലീസ് കേസ് ഡയറി കൊടുത്തു. കേസ് ഡയറിയിലുള്ള കാര്യമെന്ന് പറഞ്ഞ് മാപ്രകൾ പറയുന്നത്, പോലീസ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റോ വാട്സാപ്പിലോ ആണ് ആദ്യം വന്നതെന്നും ഇദ്ദേഹത്തിന്റെ ഫോൺ വാങ്ങി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും ഇദ്ദേഹത്തിന്റെ ആരാണ് അയച്ചത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി മെറ്റയോട്, ഫേസ്ബുക്ക് വാട്സാപ്പിന്റെ ഒക്കെ അതോറിറ്റി ആയിട്ടുള്ള മെറ്റയോട് ഇവർ അതിന്റെ ഡീറ്റെയിൽസ് തരാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. പോലീസ് കേസ് ഡയറിയാണ് കൊടുത്തത്, കുറ്റപത്രമല്ല കൊടുത്തത്. പോലീസ് ഇതുവരെ ഇത് നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് വന്നത് ആദ്യം റബേഷിന്റെ ഫേസ്ബുക്ക് പേജിലോ വാട്സാപ്പിലോ ആണെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിന്റെ അവസാനം മാത്രമേ ഇത് ആരാണ് നിർമ്മിച്ചതെന്ന് പറയാൻ കഴിയൂ എന്നതാണ് പോലീസ് കോടതിയിൽ പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പോലീസ് നാളിതുവരെ കണ്ടുപിടിക്കാത്ത ഒരു കാര്യമാണ് മാപ്ര പറയുന്നത്. റബേഷ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ നമുക്ക് നേരിട്ടൊന്ന് വിളിക്കാം. ഹലോ, ദാവൂദ് സാറല്ലേ? ആ സാറേ, ഞാൻ ഇന്നലെ സാറിന്റെ ഒരു ഈ വീഡിയോ കണ്ടിരുന്നു, മറ്റേ ഈ ഔട്ട് ഓഫ് ഫോക്കസിലെ. അതായത് ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് അങ്ങൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പിന്നെ കാഫിർ പ്രയോഗം നടത്തിയ ആളാണ് അവിടെ ഈ റാലി സംഘടിപ്പിച്ചതെന്നും അയാളാണ് ഈ കാഫിർ പ്രയോഗത്തിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും പോലീസ് പറഞ്ഞു. അപ്പം അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് പോലീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞോ? അദ്ദേഹം ഉണ്ടാക്കിയെന്നല്ലോ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഇത് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുള്ളത്. അദ്ദേഹം ഉണ്ടാക്കി എന്നാണ് അങ്ങ് പറയുന്നത്. അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങേടാണ് ഉണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്ന റിപ്പോർട്ടുണ്ടോ? അദ്ദേഹമാണ് ഇത് ആദ്യം ഷെയർ ചെയ്തതും ഉണ്ടാക്കിയതും രണ്ടും രണ്ടല്ലേ സാറേ? അല്ലേ? എനിക്ക് ഒന്നുകൂടെ നോക്കേണ്ടി വരും. സാറ് പറഞ്ഞ കാര്യമാണ്. സാറ് പറഞ്ഞ കാര്യം എങ്ങനെയാണ് മാറുന്നത്? അത് ഇനിയിപ്പോഴും ലൈവായിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വടകരയിൽ ഒരു റാലി സംഘടിപ്പിച്ചു, അതിന്റെ മുഖ്യ സംഘാടനയാണ് ഈ ഇത് ഉണ്ടാക്കിയത് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അങ്ങേക്ക് ഉറപ്പില്ലേ? നോക്കട്ടെ, ഞാൻ പറഞ്ഞതാ. അല്ല, അപ്പൊ ഞാനിപ്പോ ചോദിക്കാം, അങ്ങേക്ക് ഇപ്പോ അത് കാണുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ റെഫർ ചെയ്യാം. പക്ഷെ ഇപ്പൊ അങ്ങ് പറയുന്നത് ഇത് ഷെയർ ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ, ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഇത് ഷെയർ ചെയ്തു എന്നേ പോലീസ് പറഞ്ഞിട്ടുള്ളൂ, ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല. ഷെയർ ചെയ്തൊന്നുമല്ല പോലീസ് പറഞ്ഞ, ഇതിന്റെ ഒറിജിൻ അയാളാണെന്നാണ്. ഒറിജിൻ എന്തേത്? ആദ്യം ഷെയർ ചെയ്ത ആള് ഇയാളാണെന്ന് പറഞ്ഞു, അല്ലാതെ ഇയാളാണ് അത് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, എനിക്കിങ്ങനെ സാഹിത്യ ചർച്ച താല്പര്യമില്ല. അല്ല, സാഹിത്യ ചർച്ചയല്ല സാറ്. സാഹിത്യ ചർച്ചയൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല വധുദേ താങ്കളോട്, പ്രത്യേകിച്ച് ഒരു മൗദൂദിയോട്. ചോദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചത് എന്ന് പോലീസ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന വാചകം സത്യമാണോ?
CPM-നെ കുറിച്ച് വ്യാജ പ്രചാരണവും കുത്തിത്തിരിപ്പും പുകമറയും ഒക്കെ സൃഷ്ടിക്കാനുള്ള അവസരം കിട്ടിപ്പോയി. അതുകൊണ്ട് വായി വരുന്നത് എന്തും പറഞ്ഞു കളയാം, ആഹ്ലാദം കൊണ്ട് എന്തും പറഞ്ഞു കളയാം എന്ന ധാരണയായിരുന്നു മാപ്ര നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? എന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ബബ്ബ എന്നിട്ട് ഇതിനെപ്പറ്റി വിളിക്കുമ്പോൾ പിന്നീട് ഫോൺ എടുക്കത്തില്ല, പിന്നീട് ഫോൺ എടുക്കുന്ന പരിപാടിയേ ഇല്ല. ഇദ്ദേഹത്തിന്റെ കൂടെ ചർച്ച ചെയ്യുന്ന അജിംസിനെ ഒന്ന് വിളിച്ചിരുന്നു, അതൊന്ന് നമുക്ക് കേൾക്കാം. ഇദ്ദേഹം ഇത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട്, നോക്കട്ടെ തിരുത്താമെന്നും പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഹലോ അജിം സാറല്ലേ? അതെ. അജിം സാറേ, ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുകയാണേ. ഇന്നലെ ഔട്ട് ഓഫ് ഫോക്കസില് ഈ കാഫിർ പ്രയോഗവുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് ദാവൂദ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിന്നെ അവിടെ ഒരു ഇലക്ഷന് ശേഷം ഒരു പ്രകടനം നടത്തി. ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് അത് സംഘടിപ്പിച്ച ആള് തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. അന്ന് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ പോലീസ് ഇദ്ദേഹമാണ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹമാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയത്. പോസ്റ്റ് ചെയ്ത ആളാ ശരി, പക്ഷെ നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ദാവൂദ് സാർ അങ്ങനെ പറയുമ്പോ നിങ്ങളല്ലേ അദ്ദേഹത്തോടൊന്ന് വിളിച്ചു ചോദിക്കും പ്ലീസ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് അതിനെപ്പറ്റി ചോദിച്ചിട്ട് അദ്ദേഹം എടുക്കുന്നില്ല. അദ്ദേഹം ഇത് കാണാന്ന് പറഞ്ഞു, അത് കണ്ടിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല. കാരണം മാത്രവുമല്ല, നിങ്ങൾ ഈ പറയുന്ന ഈ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു റീലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് ദീപു ഗോപാൽ എന്നാ, ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കാം. ഓക്കെ ദീപു, എനിക്ക് പറഞ്ഞതിനെ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റൂ. അത് കൊള്ളാലോ സാറേ. ഒരു തെറ്റായ ഒരു വിഷയം നിങ്ങൾ 3 പേരും ഔട്ട് ഓഫ് മൂപ്പരോട് പറയാം. അല്ല സാറേ, ഒരു കാര്യം, ഈ ഞങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ പറയുന്നതാണ്. ഈ റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല. കോടതി കൊടുത്തൊരു സാധനം മാധ്യമങ്ങൾ പറയുന്നു, മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ കേൾക്കുന്നു. അത്രയും ഞങ്ങൾക്ക് അറിയാവുള്ളൂ. യു ത്രൂ ആണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾ 3 പേരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണല്ലോ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്, അല്ലാതെ വേഗമായിട്ട് വന്ന് എന്തെങ്കിലും പറയാനിരിക്കുന്നവരല്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചാണ് എനിക്ക് മറുപടി പറയാം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാ? അത് മനസ്സിലായി. അങ്ങ് പറഞ്ഞതിനാണ് അങ്ങേക്ക് പിന്നെ പറയാൻ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം. പക്ഷെ നിങ്ങൾ 3 പേരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അത് തീർച്ചയായിട്ടും ഒന്ന് വരുമ്പോൾ സംസാരിക്കാം. ഇന്ന് വരുമ്പോഴല്ല, അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കള്ള. എത്ര പേര് പ്രചരിപ്പിക്കുന്ന എത്ര പേരായിരിക്കും? ഇപ്പൊ ഈ സാറേ ഒരു കാര്യമുണ്ട്, ഈ അന്വേഷണം നടന്ന് ഇയാളാണെന്ന് കണ്ടുപിടിക്കട്ടെ, അയാളാണോ അല്ലയോ എന്നൊക്കെ ഇതിനെപ്പറ്റിയുള്ളൊക്കെ കൂലങ്കഷമായ ചർച്ച നടക്കട്ടെ. പക്ഷെ അത് കണ്ടുപിടിക്കാത്തടത്തോളം ഇയാളാണ് ചെയ്തതെന്ന് മനഃപൂർവ്വമാണ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മുമ്പ് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുണ്ട് CPM-നെ കുറിച്ചിട്ട്. അപ്പൊ അത് മുഴുവനും ഇത് ചേർത്ത് വെക്കുമ്പോൾ ഓവറായിട്ടുള്ള ഒരു എന്താ പറയാ, CPM-ന്റെ ഇങ്ങനെ കിട്ടിപ്പോയി എന്നുള്ള രീതിക്ക് വന്നൊരു സാധനമാണത്. അത് ആ കള്ളം വെട്ടിയെടുത്തുകൊണ്ട് എത്ര പേര് ലീഗുകാർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ സാറിന്? എവിടെയൊക്കെയാണ് മീഡിയ വൺ പറയുന്ന ഈ കള്ളം, ഈ പച്ച കള്ളം ആരൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്? മീഡിയ വൺ ഇത് ഏറ്റെടുക്കോ ഈ കള്ളം? ഞാൻ അദ്ദേഹത്തോട് പറയാം. അദ്ദേഹത്തോടല്ല, ഇത് നിർത്തണം. നിങ്ങളുടെ ആ റീൽ അവിടെ നിന്ന് മാറ്റണം. ആ സാധനത്തിനകത്ത് അതിന്റെ എല്ലാം ചുമതല ദീപു അദ്ദേഹത്തിനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് തിരുത്തി പറയണം. ഞാൻ അതും പറയാം അദ്ദേഹത്തോട്. അദ്ദേഹത്തോട് താങ്കൾ അടക്കമുള്ളവര് ഉൾപ്പെട്ടതാണ് ഈ ഒരു സംഘം. അത് തിരുത്താനുള്ള ബാധ്യത അങ്ങേക്കുണ്ട്. കാരണം നിങ്ങൾ ചുമ്മാ വന്നിരുന്ന ഇന്ന് ഇതിനെപ്പറ്റി പറഞ്ഞു കളയാം എന്ന് പറഞ്ഞു വരുന്നില്ലല്ലോ. അതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പിന്നെ അണാപ്പൈ വിടാതെ പറയാനിരിക്കുക. ഈ CPM-നെതിരെ ആണല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരു ആളാതായിരിക്കും. അപ്പൊ അത് പറയാനായിട്ട് വന്നിരിക്കുമ്പോ അതിന്റെ ആധികാരികത പ്രത്യേകിച്ച് അങ്ങേ പോലെയൊക്കെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറയുമ്പോ എല്ലാവരും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഞാൻ നോക്കട്ടെ, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയാം. താങ്ക് യു സോ മച്ച്. ഗുരുതരമായ പിഴവെന്നാണ് പറയുന്നത്. ഗുരുതരമായ പിഴവെന്ന് സമ്മതിക്കുന്ന മീഡിയ വൺ. ദാവൂദ് എന്ന മൗദൂദി മാപ്ര CPM-നെ കുറിച്ച് പറയാൻ കള്ളപ്രചാരണവും പുകമറയും നടത്താനുള്ള ആവേശത്താൽ വ്യാജ പ്രചാരണവും നുണ പറയുന്നത് അവർക്ക് പുത്തരിയല്ല, അത് പറയുന്നതും ഗുരുതരമായ പിഴവാണെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം.